പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷിനായി 5-ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. സംസ്ഥാനം വിട്ടതായ സൂചനകളെ തുടർന്ന് 4 ഭാഷകളിൽ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. കർണാടക കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. വിനേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. വിനേഷ്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ള ആക്ഷേപം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ളവ പുറപ്പെടുവിച്ചിട്ടുള്ളത്. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ലെജിൻ 2022 ഇതുപോലെ തന്നെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ദൃശ്യ കൊലക്കേസിലെ പ്രതി വിനീഷ് രക്ഷപ്പെട്ടതാണ്. ഈ ഒരു മുൻകരുതൽ അത് അനുസരിച്ച് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഇത്തരത്തിൽ വീണ്ടും രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കാൻ തയ്യാറായില്ല എന്നുള്ളൊരു വിമർശനം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി വിനീഷിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 ഇതുപോലെ തന്നെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിയതായിരുന്നു. അതിനുശേഷം കർണാടകയിൽ വെച്ചാണ്, ധർമ്മസ്ഥലയിൽ വെച്ചാണ് വിനീഷിനെ പോലീസ് പിടികൂടി തിരികെ ഇവിടെ എത്തിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. ഇവിടുന്ന് മാനസികാസ്വാസ്ഥ്യത്തെ തുടർന്നായിരുന്നു 2022 ഇവിടെ എത്തിച്ചത്. അതിനുശേഷം വീണ്ടും ചികിത്സ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും കണ്ണൂരിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ മാസം ഇങ്ങോട്ട് തന്നെ കോഴിക്കോട് തന്നെ എത്തിച്ചത്. കോഴിക്കോടുള്ള കുതിരവട്ടത്തുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ശുചിമുറിയിൽ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് ചുമര് തുരന്ന ശേഷമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. കാരണം അവിടെ ദിനവും അവിടെ നനവ് പടർത്തുകയും അവിടെ വെള്ളം ഒഴിക്കുകയും അങ്ങനെ അത് കുതിർന്ന ശേഷം ആ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട്, പൊട്ടിച്ച ഗ്ലാസിൻ്റെ ചില്ല് ഉപയോഗിച്ചുകൊണ്ട് തുരന്നാണ് രക്ഷപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. 2021 നാടിനെ നടുക്കി ദൃശ്യ കൊലക്കേസ് നടക്കുന്നത്. ദൃശ്യയെ കത്തി ഉപയോഗിച്ച് വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആദ്യം ദൃശ്യയുടെ പിതാവിൻ്റെ വ്യാപാര സ്ഥാപനം തീയിട്ട ശേഷം പ്രതി വിനീഷ് ദൃശ്യയെ കൊലപ്പെടുത്തുകയെന്ന് ഇങ്ങനെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതിയെ. അതിനുശേഷം പ്രതിയെ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നതാണ്. പക്ഷേ 2 തവണയായിരിക്കുന്നു ഇപ്പോൾ കുതിരവട്ടത്തു നിന്ന് ഇയാൾ ചാടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഈ കുടുംബത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ വലിയ ആശങ്കയിൽ തന്നെയാണ്. ദൃശ്യയുടെ ബന്ധുക്കളും മറ്റുമെല്ലാം തന്നെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളുടെ സുരക്ഷാ സംവിധാനത്തിൻ്റെ, പ്രധാനമായും കുതിരവട്ടം പോലുള്ള സുരക്ഷാ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പാളിച്ചയായി വേണം ഇതിനെ കരുതാൻ. എന്തായാലും 4 ഭാഷകളിലായി ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രധാനമായും പ്രതി കർണാടകയിൽ ലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത്. പോലീസ് അന്വേഷണ സംഘം കർണാടകയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള 3 സംസ്ഥാനങ്ങളിലും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രതിയെ വലയിലാക്കാൻ ഉടൻ തന്നെ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ അന്വേഷണ സംഘം പങ്കുവെക്കുന്നുണ്ട്. ലിജിൻ, ശരി. എന്തായാലും ഈ കുതിരവട്ടത്ത് നിന്നും ചാടിപ്പോയ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇതുവരെയും പോലീസിന്റെ കൺവെർട്ട് എത്തിയിട്ടില്ല. ഇതിനു മുൻപും ഇദ്ദേഹം ഇതേ സമാനമായ രീതിയിൽ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സുരക്ഷാ സംവിധാനങ്ങളാണ് പ്രധാനമായും ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.